ഹലോ, വെൽക്കം ടു ഡിയർ ഡോഗ് ബൈ ഡോക്ടർ നസ്മ. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്ന വളരെ വേദനാജനകമായ ഒരു എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അറൗണ്ട് 9 മണിയായിട്ടുണ്ടാവും രാത്രി. എമർജൻസിയിലേക്ക് ഒരു ഫാദർ 3 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനായിട്ട് റഷ് ചെയ്തു ഹോസ്പിറ്റലിലേക്ക്. എമർജൻസിയിൽ കൊണ്ടുവന്നു. കുട്ടിയെ ആദ്യം കണ്ട പാടെ തന്നെ കുട്ടി അൺറെസ്പോൺസീവ് ആണ്. സോ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് കെയർ കൊടുക്കേണ്ട ഏരിയയിലേക്ക്, അതായത് റിസസിറ്റേഷൻ സോൺ എന്ന് പറയുന്ന റെഡ് സോൺ, അതിലേക്ക് മാറ്റി. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പല സോൺസ് ആയിട്ടാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് യെല്ലോ സോൺ ആൻഡ് റെഡ് സോൺ ഉണ്ട്. അപ്പൊ യെല്ലോ സോൺ എന്ന് പറഞ്ഞാൽ സാധാരണ പനി, ഛർദി, വയറുവേദനയായിട്ട് വരുന്ന പേഷ്യൻസ്, അങ്ങനെ ഇമ്മീഡിയറ്റ് വളരെ പെട്ടെന്ന് കെയർ വേണ്ട അല്ലാത്ത പേഷ്യൻസുകളാണ് യെല്ലോ സോണിലും. അതുപോലെ തന്നെ റിസസിറ്റേഷൻ അല്ലെങ്കിൽ റെഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കെയർ കൊടുക്കേണ്ടത്, ഇനിയിപ്പോൾ കെയർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മരണകാരണമായേക്കാവുന്ന പ്രശ്നങ്ങൾ ഉള്ള ഗുരുതരമായ പേഷ്യൻസിനെ കിടത്തുന്ന സ്ഥലമാണ് റെഡ് സോൺ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ കുട്ടിയെ പെട്ടെന്ന് തന്നെ റെഡ് സോണിലേക്ക് മാറ്റി മോണിറ്റേഴ്സ് എല്ലാം കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുട്ടി ഒരു നീല കളറാണ്, ഓൾമോസ്റ്റ് ബ്ലൂയിഷ് ആണ്, അതായത് സൈനോസിസ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ കുട്ടി ഭയങ്കരമായിട്ട് പെയിലാണ്, സർക്കുലേഷൻ ഇല്ല, ബോഡി എല്ലാം ഭയങ്കരമായിട്ട് കോൾഡ് ആയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. പിന്നെ പൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, റെസ്പോൺസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടി ഹാർട്ട് അറ്റാക്ക്, അതായത് ഹൃദയാഘാതം വന്നിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഡ്രൗണിങ്ങിലാണ്, അതായത് കുട്ടി വെള്ളത്തിൽ മുങ്ങി എന്നാണ് ഫാദർ പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ മുങ്ങി ചിലപ്പോൾ ഓക്സിജൻ ലെവൽ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞത് കൊണ്ടോ ഹൃദയാഘാതം വന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്തു. പേഷ്യന്റിന് കാൻഡിലേറ്റ് 2 ഇഞ്ചക്ഷൻസ് കൊടുത്തു. പേഷ്യന്റ് വയറ്റിലും അതുപോലെ തന്നെ ലങ്സിലും വെള്ളം ഉണ്ടായിരുന്നു, അതെല്ലാം സക്ഷൻ ചെയ്തെടുത്തു. അതിന്റെ കൂടെ പേഷ്യന്റ് വെന്റിലേറ്ററിൽ ഇട്ടു. ബോഡി തണുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് വാം ചെയ്തു. ഈ CPR ഇതുപോലത്തെ റിസസിറ്റേഷൻസ് എല്ലാം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. പെട്ടെന്ന് ഒരു അക്യൂറ്റി, അതായത് പേഷ്യന്റ് തീരെ ഒരു മരണ കാരണമായേക്കാവുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, ഒരു ഹൃദയാഘാതത്തിൽ വരുമ്പോൾ ഒരു പേഷ്യന്റ് ലൈഫ് സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. പക്ഷെ ഈ ഒരു കുഞ്ഞ് വന്ന സമയത്ത് ആ ഒരു 20 മിനിറ്റോളം ഞാനും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് സ്റ്റാഫ് ആൻഡ് ഡോക്ടേഴ്സ് എല്ലാവരും കഷ്ടപ്പെട്ട് പ്രയത്നിച്ചു. അതായത് ആ കുട്ടി, നമുക്ക് ഇമോഷൻസ് അപ്സ് ആൻഡ് ഡൗൺ ആയിരുന്നു. കുട്ടിയെ ആയതുകൊണ്ട് തന്നെ സങ്കടമുണ്ട് കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. പക്ഷെ അതേസമയം കുട്ടി എങ്ങനെയെങ്കിലും തിരിച്ച് ജീവിതത്തിലേക്ക് വരണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവർ 20 മിനിറ്റ്സ്, 20 മിനിറ്റോളം റിസസിറ്റേഷൻ നടന്നു. ആ സമയത്ത് കുട്ടിയുടെ കളർ ചേഞ്ച് ചെയ്തു തുടങ്ങി, ബെറ്റർ ആയി തുടങ്ങി, ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്തു. കളറെല്ലാം മാറി, ആ നീല കളറെല്ലാം മാറിയിട്ട് പിങ്ക് കളറിലേക്ക് മാറി. അങ്ങനെ കുട്ടിയെ വാമർ കൊണ്ടുവന്നിട്ട് റീവാം ചെയ്യിപ്പിച്ചു ആ സമയം. അപ്പോൾ പതുക്കെ കുട്ടിയുടെ ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്തു, BP ഇംപ്രൂവ് ആയി വന്നു. പക്ഷെ എങ്കിലും ബ്രെയിനിന്റെ കാര്യം നമുക്ക് സ്റ്റിൽ അറിയില്ല. ഓക്സിജൻ ലെവൽ കുറഞ്ഞ സമയത്ത് ബ്രെയിനിൽ ചില ഡാമേജുകൾ വന്നിരിക്കും, പക്ഷെ അത് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ കുട്ടികള്, വെള്ളത്തിൽ മുങ്ങിയ കുട്ടികൾ ഒരു കുഴപ്പമില്ലാണ്ട് അത്ഭുതകരമായി ഇങ്ങനെയുള്ള റിസസിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ടതുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ആ കുട്ടിയെ നമ്മൾ അവിടുത്തെ എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞു. അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി പീഡിയാട്രിക് ICUയിലേക്ക് മാറ്റി. ഇപ്പോൾ കുട്ടി പീഡിയാട്രിക് ICU ഇന്റൻസിവിസ്റ്റിന്റെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങിയതാണ്. പക്ഷെ ഇത് എങ്ങനെ മുങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാദറും കുഞ്ഞും വേറെ 4 കുട്ടികളും, ഒരു 8-9 വയസ്സുള്ള 4 കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഇവര് കാറിൽ യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ആ ഒരു പുതിയ കോട്ടക്കൽ ബൈപ്പാസിലൂടെ മമ്മാലിപ്പടി, നിങ്ങൾക്ക് അറിയാം മമ്മാലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലം, ഇപ്പൊ റീസെന്റ് ഒരു വലിയൊരു മേജർ ആക്സിഡന്റ് ഉണ്ടായിട്ട് 30 പേഷ്യൻസിന് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗുരുതരമായ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മേജർ ആക്സിഡന്റ് ആയിരുന്നു ഈ റീസെന്റ് മമ്മാലിപ്പടി നടന്നിട്ടുള്ളത്. അതുപോലത്തെ ഒരു സെയിം ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. ഈ റോഡില് മമ്മാലിപ്പടി ഭാഗത്ത് എക്സിറ്റ് റോഡ് ഉണ്ട്, സർവീസ് റോഡ്. ആ ഭാഗത്ത് ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്. ആ ഡ്രെയിനേജ് സിസ്റ്റം ഭാഗത്താണ് അവിടെ ഈ ഡ്രെയിനേജ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഭാഗത്ത് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ കാറ് സ്വിഫ്റ്റ് കാറായിരുന്നു. ഈ കാറ് പോകുന്ന വഴിക്ക് ഒരു ലോറി ഓപ്പോസിറ്റ് വന്നപ്പോൾ സൈഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൈഡാക്കിയത് പെട്ടെന്ന് ഈ വണ്ടി ഇവിടെ ഒരു ഗർത്തം ഉണ്ടായിരുന്നു. ആ ഗർത്തത്തിലേക്ക് കുഴിയിലേക്ക് ചാടുകയുണ്ടായത്. കുഴിയിലാണെങ്കിൽ വെള്ളക്കെട്ടുള്ളതുകൊണ്ട്
വണ്ടി മുന്നിലേക്ക് ഇങ്ങനെ കൂപ്പ് കുത്തി. അപ്പൊ പതുക്കെ പതുക്കെ വെള്ളം കയറുന്നുണ്ടായിരുന്നു. ഇവര് വളരെ കഷ്ടപ്പെട്ട് ആർത്ത് വിളിച്ച് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കിയാലും അടുത്തുനിന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം ആ ഭാഗത്ത് ആക്സസ് ഇല്ല. രണ്ടാമത് ആ ഭാഗത്ത് അധികം വീടുകളില്ല, ജനങ്ങളില്ല. അപ്പൊ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് നാട്ടുകാരായിരിക്കും. ഇമ്മീഡിയറ്റ് റെസ്പോണ്ട്, അതായത് പെട്ടെന്ന് ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരായിരിക്കും. ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ ഹൈവേ ആയതുകൊണ്ട് അങ്ങനെ നാട്ടുകാരുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ 4 കുട്ടികൾ, ബാക്കിലുള്ള കുട്ടികൾ കഷ്ടപ്പെട്ട് കാറിന് മേലെ കയറി അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് നീന്തിയിട്ട് അടുത്ത റോഡ് ആ ഹൈവേയിലേക്ക് മാറി. പല ആൾക്കാരും വിളിച്ചു, അവിടെ നിന്ന് പോകുന്ന ട്രാവൽ ചെയ്യുന്ന കാറ് നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർത്താൻ പറ്റില്ല, കാരണം അവിടെ ആ സമയത്ത് നല്ല മഴയുണ്ട്, ഇരുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ലോറിക്ക് കൈ കാണിച്ചിട്ടാണ് അവസാനം നിർത്തിയത്. അങ്ങനെ ലോറിക്കാരാണ് അവരും പിന്നെ വേറൊരു ഓട്ടോക്കാരനും എല്ലാവരും കൂടെ ആയിട്ടാണ് കുഞ്ഞിനെ ഫാദറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മുങ്ങിയ സമയത്ത് ഈ വെള്ളം ഇങ്ങനെ വാട്ടർ ലെവൽ ഇങ്ങനെ പൊന്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഫാദർ ആണ് ഡ്രൈവർ സീറ്റിൽ ഉണ്ടായിരുന്നത്. അത് തുറന്നിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു ഡോറ്. അപ്പം ഫാദർ ഇറങ്ങുന്ന സമയത്താണ് ഈ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ഫാദർ എടുത്തു. ഒരു 5 മിനിറ്റോളം കുഞ്ഞ് വെള്ളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് എനിവേ നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാ റിക്കവറി നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. 40 to 72 hours എന്തായാലും എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് 2 കാര്യങ്ങൾ. ഒന്ന്, മഴക്കാലത്ത് വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൗണിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട്. കുഞ്ഞുങ്ങൾ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ വീണു, അതിൽ സബ്മേർജ്ഡ് ആയിരുന്നു, അതിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പൊ അങ്ങനെ എടുത്ത് കൊണ്ടുവരാറുണ്ട് ഡ്രൗണിങ് കേസുകൾ. പിന്നെ ഇതുപോലത്തുള്ള ആക്സിഡന്റ് കേസുകൾ, പാടത്തേക്ക് മറിഞ്ഞു, അങ്ങനെ അതിലുള്ള വെള്ളത്തിൽ കിടന്നിട്ട് അങ്ങനെ മുങ്ങിയിട്ട് ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെയുള്ള സമയത്തുള്ള എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. അപ്പോൾ റോഡിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, സേഫ്റ്റി റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഹൈവേ വന്നിട്ടുണ്ട്. ഹൈവേ വളവും തിരിവും, നല്ല റോഡാണ്, അതുപോലെ തന്നെ സ്ലിപ്പറിയാണ്, മഴക്കാലമാണ്. അപ്പോൾ വളവും തിരിവും കയറ്റിറക്കങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി വളരെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ടയേഴ്സ് കറക്റ്റ് ആണെന്ന് നോക്കണം, ലൈറ്റ്സ് കറക്റ്റ് ആണെന്ന് നോക്കണം, അത് വൈപ്പേഴ്സ് നല്ലതാണെന്ന് നോക്കണം. ബാക്കി സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ നമ്മൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക, മിതമായ സ്പീഡിൽ ഓടിച്ചാൽ മതി. എസ്പെഷ്യലി മഴ പെയ്യുന്ന സമയത്ത് വിസിബിലിറ്റി, കാഴ്ച വളരെ കമ്മിയാണ്, കുറവാണ് കിട്ടുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഓടിക്കുക. അനാവശ്യമായിട്ട് റൂള് തെറ്റിച്ച് ഓടിക്കാണ്ടിരിക്കുക. ഇപ്പൊ ഈ ഫാദർ ഇദ്ദേഹം നല്ല രീതിയിൽ പതുക്കെയാണ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സിഡൻസ് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാവാം, നമ്മുടെ കയ്യിലല്ല. ബട്ട് എങ്കിലും പിന്നെ നമ്മുടെ റോഡ്സ് എല്ലാം എന്ന് പറയുന്നത് വളരെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, എസ്പെഷ്യലി ആ ഹൈവേ, കോട്ടക്കൽ ബൈപ്പാസ് ഒക്കെ. അപ്പൊ പലയിടങ്ങളിലും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് അതിന്റെ ഡ്രെയിനേജ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒന്നും ചിലപ്പോൾ ബാരിക്കേഡ്സ് ഉണ്ടാവണമെന്നില്ല. ഈ കേസിൽ ബാരിക്കേഡ്സ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ പിറ്റേ ദിവസം ഞാൻ രാവിലെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ബാരിക്കേഡ്സ്, കോൺക്രീറ്റിന്റെ ബാരിക്കേഡ്സ് അവിടെ വെക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ക്രെയിന് വെച്ചിട്ട് 3-4 പണിക്കാരുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ ഇടിച്ചു കിടക്കുന്ന വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കാര്യമായിട്ട് അവിടെ ബാരിക്കേഡ്സ് വെക്കുന്ന പ്രവൃത്തി കണ്ടു. അപ്പോൾ അധികാരികളോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയകളിൽ ബാരിക്കേഡ്സും അതുപോലെ വാർണിംഗ് സൈൻസും കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക, പ്രൊട്ടക്ഷൻ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ വീട്ടിലൊക്കെ ഡ്രൗണിങ് ആയിട്ട് ഈ വെള്ളത്തിൽ മുങ്ങി മരണപ്പെടുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയിട്ട് അൺകോൺഷ്യസ് ആവുക, ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ചില ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മിക്കവാറും കുഞ്ഞുങ്ങളായിരിക്കും ഇതിൽ വിക്റ്റിം ആവുക. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥ വരുമ്പോൾ കുട്ടികളെ ഇമ്മീഡിയറ്റ്ലി ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതൊന്ന് ഇമ്മീഡിയറ്റ് എടുത്തതിന് ശേഷം കുട്ടിക്ക് ബ്രീത്തിങ്ങും അതുപോലെ തന്നെ പൾസും ഉണ്ടോ എന്ന് നോക്കണം. ഇനിയിപ്പോൾ അത് നമുക്ക് പൾസ്, ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പല കോഴ്സുകളുണ്ട്. സാധാരണ കോമൺ പീപ്പിൾ നമുക്കിത് ശരിക്കും അറിയില്ല, ബോധവൽക്കരണം അത്ര ആയിട്ടില്ല നമ്മുടെ ഇടയിൽ. പക്ഷേ പുറം കൺട്രീസിലൊക്കെ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട്, എങ്ങനെ CPR കൊടുക്കാം, എങ്ങനെ ആർട്ടിഫിഷ്യൽ ബ്രെത്ത് കൊടുക്കാം, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവര് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുക. പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ഹൈപ്പോതെർമിയ എന്ന് പറയും, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ട് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിന് ഹൃദയാഘാതം വരാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല രീതിയിൽ റീവാം ചെയ്യുക, നന്നായിട്ട് റാപ്പ് ചെയ്യുക, ഒരു വെറ്റ് ക്ലോത്ത് എല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക, പറ്റുവെച്ചാൽ CPR കൊടുത്തുകൊണ്ടിരിക്കുക.
ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതെല്ലാം ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതാണ് ഡ്രൗണിങ്ങിനുള്ള ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിൽ അമർത്തുക, വയറ്റിൽ നിന്നുള്ള വെള്ളം എടുത്ത് കളയുക എന്നുള്ളതിലൊന്നും ഒരർത്ഥമില്ല. അപ്പൊ അതൊന്നും ചെയ്തിട്ട് സമയം കളയരുത്. കൊടുക്കുകയാണെങ്കിൽ CPR നെഞ്ഞിലാണ് കൊടുക്കേണ്ടത്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഈ കുഞ്ഞിപ്പോ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. അറിയില്ല എങ്ങനെ കുട്ടി റിക്കവർ ആവും എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഇപ്പോൾ ഇതുവരെയുള്ള കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ തലച്ചോറിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. അതൊരു 48 മുതൽ 72 മണിക്കൂർ വരെ സമയമെടുക്കും അതിനെക്കുറിച്ചൊരു വ്യക്തത വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോഴും ICUവിലാണ്. കുഞ്ഞിനും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് വരാം.